ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് ഇലയിലോട്ട് മാവ് പരത്തി അതിൻ്റെ അകത്ത് അടയാക്കണം. അപ്പോൾ അതിലേക്കുള്ള പ്രൊസീജിയർ ഇനി ഓരോരോ ഇലയിട്ടെടുക്കാമല്ലേ. മാവ് സ്പ്രെഡ് ചെയ്യുന്ന ഫുള്ളിലല്ല ഒരേപോലെ വേണ്ടേ ഈവനായിട്ട്. മാവ് പെട്ടെന്നാകാൻ വേണ്ടി കൈ വെള്ളത്തിൽ നനച്ചിട്ട് ഒന്ന് ജീരകമാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. തേങ്ങ ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, അത്രയ്ക്ക് അത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരേപോലെ ഒരേ നിരപ്പിൽ ഇതാക്കി എടുക്കാൻ നോക്കുക. നല്ല കിടന്ന സാധനമായിരിക്കും എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ സാധാരണ എല്ലാ നാട്ടിലും ഇത് ഉണ്ടാക്കുന്നതല്ലോ, അപ്പം മെനക്കെടുന്നതിന് അതുപോലെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഉടനെ വീട്ടിൽ ഗസ്റ്റ് വല്ലതും വന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോളൂ, ഒരു പുതിയ ഡിഷ് അവർക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇല എടുത്ത് അതിൽ മാവ് സ്പ്രെഡ് ചെയ്ത് ഒരേപോലെ ഒരേ കട്ടി കൂടിയും കുറയും ചെയ്യാതെ ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു വശത്തേക്ക് ബീഫ് നന്നായിട്ട് മൊരിച്ചത് വെച്ചു. എന്നിട്ട് എല്ലാം മടക്കി ചുറ്റും നല്ലതായിട്ട് സീൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആവിയിൽ അത് പുഴുകാൻ വേണ്ടി വച്ചിരിക്കുക. ഇനി ഇത് എത്ര മിനിറ്റ് വയ്ക്കണം? ഏകദേശം ഒരു 10 മിനിറ്റ്. കാരണം തിളച്ച വെള്ളത്തിൽ അരിയൊക്കെ വെന്തിട്ടുണ്ട്, പിന്നെ ബീഫും വെന്തതാണ്. ഒരു 10 മിനിറ്റ് നേരത്തേനാണ് എല്ലാം കൂടെ ആവാൻ വേണ്ടിയിട്ടല്ലേ, എല്ലാം കൂടെ ഒന്ന് ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മളെല്ലാം പദ്ധതികളും ആസൂത്രണം ചെയ്ത് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വെച്ചിരുന്നു. ഇനി പരുവം എവിടെ വരെയായി നോക്കാം. ഇതിൽ ഇലയുടെയൊക്കെ നിറം മാറി. ഇനി ഇത് വെന്തോന്നും കൂടെ നോക്കാം. പ്ലേറ്റ് റെഡിയായേ? വെന്ത് ആയല്ലേ? മതിയല്ലേ? ഓക്കേ. നല്ല വെന്ത് പരുവത്തിലിരിക്കുന്നുണ്ട്. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും തുറക്കാല്ലേ. ഇതാണ് നമ്മുടെ ബീഫ് ഇലയട. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ എന്തോ വെച്ചാൽ കഴിക്കുക? ഒന്നും വേണ്ട, വെറുതെ കഴിച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ നല്ല തിക്ക് ഗ്രേവിയുള്ള എന്തെങ്കിലും കറി ഉണ്ട്, അതിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൊതി ഊറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാം. ഇതാണ് ബീഫ് ഇലയട.